നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. അദാനിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ലോക്സഭയിൽ മോദി നേരിട്ട് മറുപടി പറഞ്ഞിരുന്നില്ല. സമാനമായ നിലപാട് രാജ്യസഭയിലും ആവർത്തിക്കാനാകും സാധ്യത. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അദാനിയെയും മോദിയെയും ചേർത്ത് സഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പിന്നാലെ ലോക്സഭയിൽ ബജറ്റ് ചർച്ച നടക്കും. വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ഇന്നലെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി തൃപ്തികരമല്ല, അല്ലെങ്കിൽ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ആ മറുപടി ഇന്ന് രാജ്യസഭയിൽ പ്രതീക്ഷിക്കാമോ? രാജ്യസഭയിലും ഇന്ന് നരേന്ദ്രമോദി ഇന്നലെ ലോക്സഭയിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ അദാനി ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. അദ്ദേഹം പ്രധാനമായും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നി കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ UPAക്കെതിരെയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അദാനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ ഒരു നില ഇന്നും രാജ്യസഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ തുടരും എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം. അതേസമയം പ്രതിപക്ഷം ഇന്നലെയും ഈ മറുപടി പ്രസംഗത്തിനിടയിലും ഈ അദാനി എന്ന പേര് വിളിച്ച് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. സമാനമായ സാഹചര്യം ഇന്ന് രാജ്യസഭയിലും ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും നന്ദിപ്രമേയ ചർച്ച ഇന്നത്തെ രാജ്യസഭയിൽ ഇന്ന് പൂർത്തിയാകുമ്പോൾ ഇന്ന് പൂർത്തിയാകും. അതേസമയം ലോക്സഭയിൽ ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നലെ പൂർത്തിയായിരുന്നു. ഇന്ന് ലോക്സഭയിൽ ബജറ്റ് ചർച്ച ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിലും പ്രധാനമായും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ ഉയർത്തിയ വിഷയവുമായി പ്രതിഷേധിക്കാൻ തന്നെയായിരിക്കാം പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അദാനി വിഷയത്തിലുള്ള പ്രതിഷേധം ഇന്നും അവർ തുടരും. അത് സംയുക്ത പാർലമെന്ററി സമിതി ഈ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നൊരു ആവശ്യത്തിലാണ് നിലവിൽ പ്രതിപക്ഷമുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ നരേന്ദ്രമോദിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഇതിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അതിനെതിരെ ഇന്നും പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന് ഈ ആരോപണങ്ങൾക്ക് മറുപടി പ്രധാനമന്ത്രി പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ മറുപടിക്ക് ശേഷം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതികരിച്ചത് ചോദ്യങ്ങൾക്കൊന്നും പ്രധാനമന്ത്രി മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ചോദ്യങ്ങളോടല്ല പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഗീസ് ആന്റണിയൊപ്പം തന്നെ ഇന്നലെ രാജ്യസഭയിൽ പ്രതിപക്ഷ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. മൗനിഭാവിയായി അദ്ദേഹം തുടരുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ ഖാർഗെ കുറ്റപ്പെടുത്തിയത്. അതിനുള്ള ഒരു മറുപടി എന്നുണ്ടാകുമെന്ന് കരുതേണ്ടതുണ്ടോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇത്രയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അതിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു മറുപടി പറയാനോ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. പകരം അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ കഴിഞ്ഞ UPA സർക്കാരുകളെ വിമർശിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കോൺഗ്രസിനെ ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശിക്കുകയും രാജ്യത്തിന്റെ വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നെടുത്തു പറയുകയും ആണ്. അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങളെ കുറിച്ചാണ് പ്രധാനമന്ത്രിയും സംസാരിച്ചത്. മറ്റ് കാര്യങ്ങളോട് ഈ അദാനി വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നാണ് ഇന്നലെയും മറുപടി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നില്ല. ആ നിലപാട് തന്നെ ഇന്നും രാജ്യസഭയിൽ സ്വീകരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അദ്ദേഹം പറയുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രാജ്യസഭയിലും ഈ ആരോപണങ്ങൾ ശക്തമായി തന്നെയുണ്ട്. ഇരു സഭകളിലും ഈ അന്വേഷണം അദാനി വിഷയത്തിലുള്ള പ്രതിഷേധവും അന്വേഷണവും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും ഒക്കെ തുടരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഇന്നും രാജ്യസഭയിലും ആ പ്രതിഷേധം തുടരും. ആ സാഹചര്യത്തിലും എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ നിലപാട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയതിന് ശേഷം ലോക്സഭയിൽ ബജറ്റ് ചർച്ചയും നടക്കും.